പ്രിയപ്പെട്ട കുട്ടികളെ, വെൽക്കം ബാക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ നിർത്തി വെച്ചായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് അത് കണ്ടിന്യൂ ചെയ്യാം. സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ആ വേർഡ് തന്നെ നോക്കൂ നിങ്ങൾ. സെൻട്രിപെറ്റൽ അല്ലേ, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്നാണ് വേർഡ്. ഈ സെൻട്രിപെറ്റൽ എന്ന വേർഡ് തന്നെ ഒരു ഗ്രീക്ക് വേർഡാണത്. ആ ഗ്രീക്ക് വേർഡിൻ്റെ മീനിങ് എന്താ അറിയോ? സെൻറ്റർ സീക്കിങ്. അപ്പോൾ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ എന്ന് പറഞ്ഞത് സർക്കുലാർ പാത്തിൽ ട്രാവൽ ചെയ്യുന്ന ഏത് ഒബ്ജക്റ്റ് ആണെങ്കിലും ശരി, ആ ഒബ്ജക്റ്റിന് ആ സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് ഡിറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആക്സലറേഷൻ ഉണ്ട്. ദാറ്റ് ആക്സലറേഷൻ ഈസ് കോൾഡ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. എ ബോഡി അണ്ടർഗോയിങ് യൂണിഫോം സർക്കുലർ മോഷൻ ഈസ് ആക്റ്റഡ് അപ്പോൺ ബൈ ആൻ ആക്സലറേഷൻ. ഇവിടെ യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പ്രത്യേകം സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. സർക്കുലർ മോഷൻ ആയാൽ തന്നെ എന്തുണ്ട്? സെൻട്രിപെറ്റൽ ആക്സലറേഷൻ ഉണ്ട്. അത് യൂണിഫോം ആണെങ്കിൽ സെൻട്രിപെറ്റൽ ആക്സലറേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. നോൺ യൂണിഫോം ആക്സലറേഷൻ ആണെങ്കിൽ അതിൻ്റെ കൂടെ വേറൊരാളും കൂടി ഉണ്ടാവും. നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ സർക്കുലർ പാത്തിൽ ട്രാവൽ ചെയ്യുന്ന ഏത് ബോഡിക്കും അതിൻ്റെ റേഡിയസിലൂടെ സെൻറ്ററിലേക്ക് ഒരു ആക്സിലറേഷൻ ഉണ്ടായിരിക്കും. ദാറ്റ് ആക്സിലറേഷൻ ഈസ് കോൾഡ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. അപ്പോൾ നമ്മുടെ പണി ഇനി ആ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡെറിവേഷനാണ്. സാധാരണ ഇതിൽ എക്സാമിന് സ്ഥിരമായിട്ട് കാണാറുള്ള ഒരു ഡെറിവേഷനും കൂടിയാണ്. സിമ്പിളാണ്, ഒരു കുഴപ്പമില്ല. അപ്പോൾ നോക്കൂ, ഫോർ എക്സാമ്പിൾ ഇവിടെ നോക്കൊരു സർക്കുലർ പാത്ത്, അതിൻ്റെ സെൻറ്റർ ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുന്നു. സെൻറ്ററിന് ഞാൻ O എന്ന് പേരിടാണ്. സെൻറ്റർ O. ഇത് അതിൻ്റെ റേഡിയസ് ആണ്. അതിൻ്റെ റേഡിയസ്, സർക്കുലർ പാത്തിൻ്റെ റേഡിയസ് ആണിത്. ഇനി നോക്കൂ, ഈ സർക്കുലർ പാത്തിൽ രണ്ട് പോയിന്റുകൾ മീൻസ് ഇതിലൂടെ നിങ്ങൾക്ക് ഇതും കൂടെ മാർക്ക് ചെയ്യാം. V സ്പീഡിൽ, ഇവിടെ സർക്കുലർ പാത്തിൽ V സ്പീഡിലാണ് ബോഡി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം നോക്കൂ, ലെറ്റ് ആ ബോഡി ഈ A എന്ന പോയിന്റിലാണെന്ന് വിചാരിക്കും. ഈ എയിലാണ്. ആ സമയത്ത് അതിൻ്റെ പൊസിഷൻ വെക്ടറും അതുപോലെ നോക്കൂ, ഞാൻ അതിൻ്റെ പൊസിഷൻ വെക്ടറോടെ വരയ്ക്കാൻ പോവാണ്. അതിൻ്റെ പൊസിഷൻ വെക്ടർ, യെസ്, ഇതതിൻ്റെ പൊസിഷൻ വെക്ടറാണ് ഞാൻ വരച്ചിട്ടുള്ളത്. അതുപോലെ നമുക്കതിൻ്റെ ആ പൊസിഷനിലുള്ള അതിൻ്റെ വെലോസിറ്റി നമ്മുടെ മാർക്ക് ചെയ്യാൻ പോവാണ്. വെലോസിറ്റി നോക്കൂ, ടാൻജൻഷ്യലായിട്ടാണ് വെലോസിറ്റി ഉണ്ടാവുക അല്ലേ? ടാൻജൻഷ്യലായിട്ട് വെലോസിറ്റി. ഞാൻ വെലോസിറ്റി മാത്രമല്ല, ടാൻജൻറ്റ് എപ്പോഴും റേഡിയസിന് പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് ചെയ്യാൻ. അപ്പോൾ ഞാനതിൻ്റെ അതും വരച്ചു കഴിഞ്ഞു. ഓക്കെ, പെർപെൻഡിക്കുലർ ആണല്ലോ? യെസ്. അതിന് ഞാൻ മാർക്ക് ചെയ്യുന്നു. ദിസ് ഈസ് വെക്റ്റർ R കേട്ടോ. ഇതിനെ ഞാൻ വെക്റ്റർ V എന്നും മാർക്ക് ചെയ്യാൻ പോകണം. വെക്റ്റർ V. ഇനി അതുപോലെയുള്ള മറ്റൊരു പോയിന്റ്, ആഫ്റ്റർ സർട്ടൻ ടൈം അല്ലേ, അല്പസമയത്തിന് ശേഷം എന്താ സംഭവിക്കുക? ആ ബോഡി ഇങ്ങനെ മൂവ് ചെയ്ത് നോക്കൂ, അത് ഇവിടെ എത്തിയെന്ന് വിചാരിക്കാം. ഇവിടെ B എന്ന പൊസിഷനിലെത്തി. ആ ബിയിലെത്തുന്ന സമയത്തുള്ള അതിൻ്റെ പൊസിഷൻ വെക്ടറും അതുപോലെ വെലോസിറ്റിയാണ് ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. നോക്കൂ, അതിൻ്റെ പൊസിഷൻ വെക്ടർ ഞാനിങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. യെസ്. അതുപോലെ തന്നെ അവിടുത്തെ വെലോസിറ്റി നോക്കൂ, അതിന് ടാൻജൻഷ്യലാണ്. അപ്പോൾ ഒബ്വിയസ്ലി അത് ഈ പൊസിഷൻ വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിരിക്കും, നിങ്ങൾക്കറിയാം. ഓക്കെ, ഇനി അവിടെ ഞാൻ പേരിടുമ്പോൾ ഞാൻ ഡാഷ് ഇട്ടിട്ട് പേരിടാൻ കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ ഇവിടെ ദിസ് ഈസ് R ഡാഷ് ആൻഡ് ദിസ് ഈസ് V ഡാഷ് എന്ന് പേരിട്ടു. അപ്പോൾ ഇവിടെ ഈ പൊസിഷൻ വെക്ടേഴ്സ് അല്ലെ, റേഡിയസ് വെക്ടർ ഇവിടെ സ്വീപ്പ് ചെയ്ത ഈ ആംഗിൾ, അതിനെ ഡെൽറ്റ തീറ്റ എന്ന് മാർക്ക് ചെയ്യുന്നു. ഡെൽറ്റ തീറ്റ മനസ്സിലായാലും ഇത്രയും കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഇവിടെ ബോഡി V സ്പീഡിൽ 6 റേഡിയസ് ഉള്ള സർക്കുലർ പാത്തിലൂടെ ട്രാവൽ ചെയ്യാണ്. ലെറ്റ് എനി ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം ലെറ്റ് ദ ബോഡി ഈസ് അറ്റ് A where the position vector is marked as R and velocity V. അതുപോലെ B എന്ന പൊസിഷനിലെത്തുമ്പോൾ പൊസിഷൻ വെക്ടർ R ഡാഷും വെലോസിറ്റി V ഡാഷ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആംഗിൾ ഇവിടെ ഡെൽറ്റ തീറ്റയാണ് ഇവിടെ ആംഗിൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. വ്യക്തമാണല്ലോ? യെസ്.
ഇനി നോക്കൂ, ഞാൻ ഒരു കാര്യം കൂടെ അതിൽ റെപ്രസെൻ്റ് ചെയ്യാൻ പോവാണ്. അത് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഡിസ്പ്ലേസ്മെൻ്റ് എന്താണ്? ഇനീഷ്യൽ പൊസിഷൻ നിന്ന് ഫൈനൽ പൊസിഷനിലേക്കാണ് നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് എടുക്കുക അല്ലേ? യെസ്, ഡിസ്പ്ലേസ്മെൻറ്റ് ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ ആണ്. എന്ന് വെച്ചാൽ ഇതാണ് നമ്മൾ ഇനീഷ്യൽ പൊസിഷൻ, ഇത് ഫൈനൽ പൊസിഷൻ. കണ്ടോ? അപ്പം ഞാൻ അങ്ങോട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് വരക്കുന്നു. യെസ്, ദിസ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ്. ആ ഡിസ്പ്ലേസ്മെൻറ്റ് വേണമെങ്കിൽ എനിക്കെന്ത് റെപ്രസെൻ്റ് ചെയ്യാം? എനിക്ക് അതിനെ ഡെൽറ്റ ആർ എന്ന് മാർക്ക് ചെയ്യാം. ഞാനിതിനെ ഡെൽറ്റ ആർ എന്ന് മാർക്ക് ചെയ്യാൻ പോകണം കേട്ടോ, ഡെൽറ്റ ആർ. അപ്പോൾ ഇതുവരെ വരച്ചതിൽ ആർക്കും കൺഫ്യൂഷൻ ഇല്ലയെന്ന് കരുതുന്നു. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കൂ, ഞാൻ ഈ ആംഗിളിൻ്റെ എക്സാക്റ്റ് ബൈസെക്ടർ എടുക്കുക, ഡെൽറ്റ തീറ്റൻ്റെ ബൈസെക്ടർ. ആ ബൈസെക്ടർ എടുത്തിട്ട് ആ ബൈസെക്ടറിലൂടെ ഞാൻ ഒരു ലൈൻ വരയ്ക്കാൻ പോവാം. അപ്പോൾ ഇവിടെ ചെറിയൊരു ചെരിവുണ്ടല്ലേ, വളരെ സ്ട്രെയിറ്റ് അല്ല. അപ്പോൾ വളരെ സ്ട്രെയിറ്റ് അല്ലാത്തതുകൊണ്ട് തന്നെ ആ ചെരിവ് ഞാനിവിടെ കാണിക്കും വേണം. ഉണ്ടാവും, ഞാൻ ആ ചെരിവ് ഇവിടെ കാണിക്കണം. അല്ലേ, ചെറിയൊരു ചെരിവ് ബൈസെക്ടർ എടുക്കുമ്പോൾ എക്സാക്റ്റ് സ്ട്രെയിറ്റ് ലൈനിലല്ല എനിക്ക് കിട്ടുന്നത്. ഓക്കെ, യെസ്, ആ ലൈന് ഞാൻ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ലൈൻ മാർക്ക് ചെയ്തു. ഇനി വേണ്ടത് ഇത്ര മാത്രം. ഇനി വേണ്ടത് നമ്മുടെ ഈ വെക്റ്റർ വീനെ ഞാൻ ഇതുപോലെ എടുത്തിട്ട് അതിനെ ഇങ്ങോട്ട് എടുത്തേക്കണം. അതുപോലെ എടുത്തിട്ട് അങ്ങോട്ട് എടുത്തേക്കാണ് വേണ്ടത് വെക്റ്റർ വീനെ. അപ്പോൾ അതിന് രണ്ട് മെത്തേഡ് ഉണ്ട്, ജസ്റ്റ് നോക്കാം. യെസ്, ഇതാ അതുപോലെ എടുത്തിട്ട് ഞാൻ അതിനെ ഇങ്ങോട്ട് എടുത്തേക്കാൻ പോവാം. അതുപോലെ ഈ വി ഡാഷിന് എടുത്തിട്ടും ഞാൻ ഇങ്ങോട്ട് എടുത്തേക്കാണ്. യെസ്, മനസ്സിലായല്ലോ? This is V. ഓക്കെ, ഇനി നമുക്ക് തുടങ്ങാം. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ പാർട്ട് കഴിഞ്ഞു. അത് ഐ വിൽ എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ എവറിത്തിങ്. നോക്കൂ, ഇത് നമ്മുടെ ഇനീഷ്യൽ വെലോസിറ്റി അല്ലേ. എ ആണ് നമ്മൾ ഇനീഷ്യൽ പൊസിഷൻ, ബി നമ്മൾ ഫൈനൽ പൊസിഷൻ ആയിട്ടാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ ഇനീഷ്യൽ പൊസിഷനിലെ വെലോസിറ്റിയാണ് വി, ഫൈനൽ പൊസിഷനിലെ വെലോസിറ്റി വി ഡാഷ്. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലേ, ചേഞ്ച് ഇൻ പൊസിഷൻ നമ്മൾ എന്താ ചെയ്തത്? ഇനീഷ്യൽ പൊസിഷൻ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് വരച്ചു, അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. അതുപോലെ ചേഞ്ച് ഇൻ വെലോസിറ്റി എന്താ നമ്മൾ ചെയ്യുക? ഇനീഷ്യൽ വെലോസിറ്റിയിൽ നിന്ന് ഫൈനൽ വെലോസിറ്റിക്ക് വരയ്ക്കുക. കണ്ടോ? ഇനീഷ്യൽ വെലോസിറ്റി ടു ഫൈനൽ വെലോസിറ്റി. മനസ്സിലായല്ലോ? ഓക്കെ, യെസ്. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ മാർക്ക് ചെയ്യുക? ഇത് നമ്മൾ മാർക്ക് ചെയ്യൽ ഡെൽറ്റ വി. എന്താ മാർക്ക് ചെയ്യുക? ദിസ് ഈസ് ഡെൽറ്റ വി, ഇനീഷ്യൽ വെലോസിറ്റിന്ന് ഫൈനൽ വെലോസിറ്റി. ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആറും ആർ ഡാഷും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? ഡെൽറ്റ തീറ്റ. അതേ ആംഗിൾ തന്നെ ആയിരിക്കും ഇവർ തമ്മിലും ഉണ്ടാവുക. ദിസ് ഈസ് ആൾസോ ഡെൽറ്റ തീറ്റ. ഇത് എങ്ങനെയാണ് അങ്ങനെ വരുന്നത് എന്ന് വളരെ ഈസി ആയിട്ട് കാണിക്കാൻ കഴിയും. പക്ഷെ ഞാൻ ഈ ഡയഗ്രത്തിൽ അത് കാണിച്ചാൽ അത് ആകെ വൃത്തികേടാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഡയഗ്രത്തിൽ ഞാൻ കാണിക്കണില്ല. വേണമെങ്കിൽ അപ്പോൾ തന്നെ അത് കാണിക്കാം, പക്ഷെ അത് എക്സാമിന് വേണ്ട, നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. എക്സാമിൽ നിങ്ങളത് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഇത്ര മനസ്സിലാക്കാം, ഇവിടെ ആറും വിയും തമ്മിൽ പെർപെൻഡിക്കുലറാണ്, ആർ ഡാഷും വി ഡാഷും തമ്മിൽ പെർപെൻഡിക്കുലറാണ്. അങ്ങനെയാണെങ്കിൽ ആറും ആർ ഡാഷും തമ്മിൽ അതേ ആംഗിളായിരിക്കും വിയും വി ഡാഷും തമ്മിൽ ഉണ്ടാവുക. ഞാൻ ഇപ്പോൾ തന്നെ കാണിക്കാം അത് എങ്ങനെയാണ് രണ്ട് ഈക്വൽ ആയതെന്നുള്ളത്. പക്ഷേ ഈ ഡയഗ്രത്തിലല്ല, ഞാൻ വേറെ കാണിക്കാം. യെസ്, ഓക്കെ. ഇവിടെ നോക്കും, ഇവിടെ ആർ ഡാഷ് വി ഡാഷ്. ഓക്കെ, കണ്ടല്ലോ? അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ കാണിക്കാം. ഞാൻ നോക്കൂ, ഈ വി ഡാഷിനെ ഞാൻ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും. ഇത് വരയ്ക്കുക. വി ഡാഷിനെ തൽക്കാലം ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഉണ്ടോ? വി ഡാഷിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ വരച്ചു. അതുപോലെ തന്നെ ഞാൻ ഈ വീനെ ഇവിടുന്ന് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവാം. വീനെ
വിനെ ഇവിടുന്ന് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. മനസ്സിലായല്ലോ? യെസ്. ഇപ്പോൾ നിങ്ങൾ നോക്ക്, ഇതാ ഇവിടെ നമുക്ക് ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. യെസ്. അപ്പോൾ ഈ വിനെ നമ്മൾ നേരെ അങ്ങോട്ട് എടുത്തേക്ക് പറഞ്ഞാൽ ഓക്കെ, ഞാൻ ഈ ജിയോമെട്രി നോക്കും നിങ്ങൾ കേട്ടോ. ഇത് ഈ ഒരു ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്യുക, ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ ഇത് ഡെൽറ്റ തീറ്റ. ഒബ്വിയസ്ലി ഈ ആംഗിള് 90 ഡിഗ്രി, ഈ ആംഗിള് 90 ഡിഗ്രി. അത് ഡൗട്ടില്ലല്ലോ, കാരണം ഇത് ടാൻജൻ്റ് ആണ്. അപ്പോൾ ഇത് 90 ആണ്. അപ്പോൾ പിന്നെ ഇതും 90 ആവണ്ടേ. അപ്പോൾ ഇത് 90, ഇത് 90, ഇത് ഡെൽറ്റ തീറ്റ. അപ്പോൾ 4 ആംഗിളും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടേണ്ടത്? 360 കിട്ടണം. അപ്പോൾ ഈ ആംഗിൾ എത്ര ആയിരിക്കും ഉണ്ടാവുക? ഇതും 90, 90, 180 ആയി. പിന്നെ ഇതും കൂടി കൂട്ടിയാൽ 180 കിട്ടണം. ഇത് ഓൾറെഡി ഡെൽറ്റ തീറ്റ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ധാരാ ഇത് 180 മൈനസ് ഡെൽറ്റ തീറ്റ. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നോക്കൂ, ഇത് മൊത്തത്തിൽ എത്ര വേണ്ടത് മൊത്തത്തിൽ അത് വേണ്ടത് 180. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആംഗിൾ എത്ര ആയിരിക്കും ഉണ്ടാവുക? ഈ ആംഗിള് ഡെൽറ്റ തീറ്റ. അങ്ങനെ ആകുമ്പോഴല്ലേ ഇത് മൊത്തം ആഡ് ചെയ്താൽ 180 കിട്ടുള്ളൂ. മനസ്സിലായല്ലോ? ഇത് മൊത്തം ആഡ് ചെയ്താൽ നിങ്ങൾക്ക് 180 കിട്ടണമെങ്കിൽ ഈ ആംഗിള് ഡെൽറ്റ തീറ്റ ആയിരിക്കണം. ഈ ആംഗിൾ തന്നെയാണ് ഇപ്പം നമ്മളാ പറഞ്ഞത്. നമ്മൾ വിയും വി ഡാഷും തമ്മിലുള്ള ആംഗിൾ അല്ലേ പറഞ്ഞത്? വിയും വി ഡാഷും തമ്മിലുള്ള ആംഗിൾ അല്ലേ ഈ ഡെൽറ്റ തീറ്റ? ആണ്. കാരണം എന്താ, ഈ വെക്ടറിനെ ഇതുപോലെ ഇങ്ങോട്ട് എടുത്ത് വെക്കുക. കണ്ടോ? അതുപോലെ ഇങ്ങോട്ട് എടുത്ത് വെച്ചു. ഈ വെക്ടറിനെ അതുപോലെ ഇങ്ങോട്ട് എടുത്ത് വെക്കുക. അപ്പോൾ ഇങ്ങോട്ട് എടുത്ത് വെക്കുക. 2 വെക്ടേഴ്സ് തമ്മിലുള്ള ആംഗിൾ എന്താ? ആ 2 വെക്ടേഴ്സും ഒരു പോയിന്റിൽ നിന്ന് വരക്കുന്ന സമയത്ത് തമ്മിലുള്ള സ്മോളർ ആംഗിൾ, അതാണ് ഡെൽറ്റ തീറ്റ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിനെ ഞാനവിടെ താഴെയാണ് വരച്ചതെന്ന് മാത്രം. അവിടെ വരക്കുമ്പോൾ ഞാനത് ഇങ്ങനെയാണ് വരച്ചത്. രണ്ടും ഒരു പോയിന്റിൽ തന്നെയാണ്. കണ്ടോ? ഇവിടെ എന്താ പറയുക, ബൈസെക്ടർ വരച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടാണ് വരച്ചതെന്ന് മാത്രം. ക്ലിയർ ആണല്ലോ? യെസ്. അപ്പോൾ ഇത് ക്വാഡ്രിലാറ്ററലിൻ്റെ 4 ആംഗിളും കൂടെ ആഡ് ചെയ്താൽ 360 കിട്ടും. ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ആ പോയിന്റിലേക്ക് എത്താം. ഓക്കെ, നൗ കം ബാക്ക്. അപ്പോൾ നമുക്ക് ഈ ഡയഗ്രം കിട്ടി. ഡയഗ്രം വരക്കലാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഡയഗ്രം വൺസ് നിങ്ങൾ വരച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ പണിയൊന്നുമില്ല. പിന്നെ ഇവിടെ കാര്യങ്ങളൊക്കെ വളരെ എളുപ്പമാണ്. ഞാൻ ഇതിൻ്റെ പേരും കറസ്പോണ്ടിങ് പേരിട്ടാണ്. ഇതിനെ O ഡാഷ്, ദിസ് ഈസ് A ഡാഷ് ആൻഡ് ദിസ് ഈസ് B ഡാഷ്. അപ്പോൾ ഈ 2 ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ദീസ് 2 ട്രയാങ്കിൾസ് ആർ സിമിലർ ട്രയാങ്കിൾസ്. ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുകയാണ് ട്രയാങ്കിൾ AOB ആൻഡ് ട്രയാങ്കിൾ A ഡാഷ്, O ഡാഷ്, B ഡാഷ് ആർ സിമിലർ. നിങ്ങൾക്കറിയാം സിമിലർ ട്രയാങ്കിൾസിൻ്റെ സിമിലർ സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴൊക്കെ നമ്മൾ മനസ്സിൽ എന്ത് വേണമെന്ന് അറിയാം. നമ്മൾ കാണാൻ പോകുന്നത് ആരെ? ആക്സലറേഷൻ ഇക്വേഷൻ എന്താ? ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി. ഇത് നമുക്കിങ്ങനെ ഉള്ളിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇത് വേണം. അപ്പോൾ ഈ ഡെൽറ്റ വി കിട്ടുന്ന വിധത്തിലായിരിക്കണം നമ്മൾ സിമിലർ ട്രയാങ്കിൾ എടുക്കാൻ. സിമിലർ ട്രയാങ്കിൾസിൻ്റെ സിമിലർ റേഷ്യോ എടുക്കാൻ കേട്ടോ. സിമിലർ ട്രയാങ്കിൾസിൻ്റെ സിമിലർ സൈഡ്സിൻ്റെ റേഷ്യോ ഈക്വല. അപ്പോൾ എനിക്ക് ഇതിൽ ഡെൽറ്റ വി നിർബന്ധം. ഓക്കെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ എഴുതാൻ പോവാണ്. ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ വി, അതായത് ഈ സൈഡ് ഡിവൈഡഡ് ബൈ ഈ സൈഡ് എടുത്തു. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡിന് കറസ്പോണ്ടിങ് ആണ് ഇവിടുത്തെ ഈ സൈഡ് ഡെൽറ്റ ആർ. പിന്നെ ഇത് കണ്ടോ? അപ്പോൾ ഡെൽറ്റ വി ബൈ വി, ദിസ് ബൈ ദിസ് ഈക്വൽ ടു ദിസ് ബൈ ദിസ്, ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ആർ. അപ്പോൾ എനിക്ക് ഡെൽറ്റ വി ആയിട്ടോ ആക്സലേഷനേക്ക് വേണ്ടത്. അപ്പോൾ ഇനി ഡെൽറ്റ ടി വേണം. അപ്പോൾ ഡെൽറ്റ ടി ഉണ്ടാവണമെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നത് വേണം. അപ്പോൾ ഞാൻ അതിനെ ഇവിടെ കൊടുത്തു. ഓർ ഡെൽറ്റ വി ഇസ് ഈക്വൽ ടു 1 ബൈ ആർ വി ദെൻ ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ആർ എന്ന് കൊടുത്തു. ഇനി ഡിവൈഡിങ് ബൈ ഡെൽറ്റ ടി പെട്ടെന്ന് പരിപാടി ചെയ്യും. ഡിവൈഡിങ് ബൈ ഡെൽറ്റ ടി ഇംപ്ലൈസ് എന്താ കിട്ടുക? ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെ ഞാൻ അങ്ങനെ കൊടുത്ത് വി ബൈ ആർ ഇൻറ്റു ഡെൽറ്റ ആർ ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇവിടെ ഡെൽറ്റ ആർ എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, നിങ്ങൾക്കറിയാം. യഥാർത്ഥത്തിൽ ഈ ഒരു സ്റ്റെപ്പിൽ തന്നെ ബാക്കിയുള്ളത് നമുക്ക് എഴുതാം. പക്ഷേ ഏറ്റവും പെർഫെക്റ്റ് ആവില്ല അടുത്തൊരു സ്റ്റെപ്പ് കൊടുക്കുമ്പോൾ. ആ സ്റ്റെപ്പ് നിങ്ങൾ എക്സാമിന് എഴുതാൻ വിട്ടുപോയാലും നിങ്ങൾക്ക് മാർക്കൊക്കെ കിട്ടും. പക്ഷേ അത് കൊടുക്കലാണ് ഏറ്റവും ഉചിതം. അതെന്താണെന്നറിയോ? അപ്ലൈയിങ് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0. അത് അപ്ലൈ ചെയ്താൽ വി ഗെറ്റ്. അത് നമ്മൾ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ 2 ഭാഗത്തും അത് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0
ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ദാറ്റ് ഈസ് ഈക്വൽ ടു വി ബൈ ആറിനോട് മാറ്റി എന്നിട്ട് ഞാൻ ലിമിറ്റ്, കാരണം ഡെൽറ്റ ടിക്കാണല്ലോ ലിമിറ്റ് കൊടുക്കുന്നത്, ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ ആർ ബൈ ഡെൽറ്റ ടി. മനസ്സിലായല്ലോ? നോക്കൂ, ആരാണത്? ഇൻസ്റ്റൻറ്റേനിയസ് ആക്സിലറേഷൻ അല്ലേ? എ ഈസ് ഈക്വൽ ടു ഇവിടെ വി ബൈ ആർ ഇൻറ്റു ഇത്ര ആരാണ്? ഇത് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, ടൈമാണ്. അപ്പോൾ ആരത്? ദിസ് ഈസ് വി, ദിസ് ഈസ് വി. ഓക്കെ, now you got the equation A is equal to V square divided by R എന്നുള്ള ഇക്വേഷൻ കിട്ടി. ആൻഡ് ദിസ് ഈസ് കോൾഡ് സെൻട്രിപെറ്റൽ ആക്സലറേഷൻ. അതുകൊണ്ട് നമ്മൾ നോക്കൂ, ഈ സി എക്ക് ഇവിടെ ഒരു സബ്സ്ക്രിപ്റ്റ് ആയിട്ട് ഒരു സി കൂടെ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ എ സി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ദിസ് ഈസ് കോൾഡ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ഇവിടെ തന്നെ ഒരാൾക്ക് വേണമെങ്കിൽ ഇവിടെ പറയാനുണ്ടോ ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എ അല്ലേ ഇതല്ലേ, പക്ഷെ അത് ആവറേജ് ആവുള്ളൂ. ഏറ്റവും പെർഫെക്റ്റ് ആവില്ല, ഇതും കൂടി കൊടുക്കുമ്പോഴാണ് ഇത് ഏറ്റവും പെർഫെക്റ്റ് ആവുക. മനസ്സിലായല്ലോ? പിന്നെ ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ ഇവിടെ ബൈസെക്ടർ വരച്ചിട്ടാണല്ലോ നമ്മളിത് ചെയ്തത്. ഇവിടെ എന്താ സെൻറ്ററിൽ ഇങ്ങനെ ഒരു ലൈൻ വരച്ചിട്ട്, അപ്പോൾ ആ ലൈൻ വരയ്ക്കേണ്ടി വന്നത് തന്നെ നമ്മളിത് ഈ ഡെൽറ്റ ഈ ലിമിറ്റ് അപ്ലൈ ചെയ്യാതെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ശരിയാവാൻ വേണ്ടിയിട്ടാണ്. ശരിക്ക് ബൈസെക്ടർ വരക്കണം, കാരണം ഇതിൻ്റെ യഥാർത്ഥ ഡയഗ്രം എന്ന് പറഞ്ഞത് ഇങ്ങനെയാണ്. ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡയഗ്രം എങ്ങനെ കാണാൻ പറ്റുക. ഇതാണ് ഇപ്പോൾ നമ്മൾ വരച്ചിട്ടുള്ളത്. ഇത് ഈ പിയും പി ഡാഷും കുറച്ചും കൂടെ അടുത്തെടുക്കുകയാണെങ്കിലോ, കണ്ടോ, കുറച്ചും കൂടെ അടുത്തെടുക്കുകയാണെങ്കിൽ ഇവർ നമ്മൾ ഞാൻ പീനെ അതേ സ്ഥലത്ത് തന്നെ നിർത്തിയിട്ട് പി ഡാഷിനെ ഇവിടുന്ന് ലേശം കൂടി ഇങ്ങോട്ട് ഇവിടെ അടുത്ത് കൊണ്ടുവന്നു. അതവിടെ ചെയ്ത് കണ്ടോ, അപ്പോൾ ഡെൽറ്റ തീറ്റ കുറഞ്ഞു. അങ്ങനെ ഒന്നുകൂടി ഇങ്ങോട്ട് അങ്ങനെ അടുപ്പിച്ച് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, അപ്പോൾ ആ പോയിന്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതാണ് ഇതിപ്പോൾ ഇൻസ്റ്റൻറ്റേനിയസ് ആയി. ഇവിടെ ഡെൽറ്റ ടി ടെൻസ് ടു 0 ആണ്, മീൻസ് ഏകദേശം 0യിലേക്ക് അടുത്തു. ഇതൊക്കെ ടെൻസ് ടു 0, ഇവിടെ 0യിലേക്ക് ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുക. കാരണം ഇവിടുന്ന് പിയിൽ നിന്ന് പി ഡാഷിലേക്ക് എത്താനിരിക്കുന്ന ആ ടൈമില്ലേ, ആ ടൈം ഇൻ്റർവെല്ലിൽ കുറച്ച് കൊണ്ടുവരും. ഇവിടെ കുറച്ചു, പിന്നെ ഇവിടെ 0യോടടുത്തു പറ്റടുത്ത്. അപ്പോൾ ഈ കേസിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്തത്. നിങ്ങൾ അതിൽ കൂടുതൽ കൺഫ്യൂഷൻ ഇപ്പോൾ ആവണ്ട, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇവിടുന്ന് എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും, പക്ഷേ ഇതാണ് ഏറ്റവും ശരി എന്ന് സംസാരിച്ചതാണ്. ഡെറിവേഷൻ മനസ്സിലായല്ലോ? പിന്നെ ഈ ആംഗിളും എങ്ങനെയാണ് ഈക്വൽ ആയത് എന്നുള്ളതും ഞാൻ കാണിച്ചു. ഞാൻ ആ ഇക്വേഷനെ ഒന്നുകൂടെ ഇവിടെ റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എ സി ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. ഇനി നോക്കൂ, നമ്മുടെ കയ്യിൽ വി സി ഈക്വൽ ടു ഒമേഗ ആർ എന്നുള്ള ഇക്വേഷൻ ഇല്ലേ, അപ്പോൾ അത് ഇതിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താ കിട്ടുക? ഒമേഗ സ്ക്വയർ ആർ സ്ക്വയർ അല്ലേ, ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ. അപ്പോൾ ആറും ക്യാൻസൽ ചെയ്ത് ഈക്വൽ ടു എന്താ? ഒമേഗ സ്ക്വയർ ആർ. അപ്പോൾ ഒരു ഇക്വേഷനായി, രണ്ടാമത്തെ ഇക്വേഷനായി. കഴിഞ്ഞില്ല. ഒമേഗ എന്ന് പറഞ്ഞാൽ 2π ന്യൂ എന്നുള്ള ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ കിട്ടുക? 2ൻ്റെ സ്ക്വയർ 4π സ്ക്വയർ ന്യൂ സ്ക്വയർ ആർ എന്നായി. ദാറ്റ് ഈസ് ഈക്വൽ ടു 4π സ്ക്വയർ ന്യൂ സ്ക്വയർ ആർ. അത് കിട്ടിക്കഴിഞ്ഞു. അടുത്തത് നോക്കും, ഈ ന്യൂ എന്ന് പറഞ്ഞാൽ ആരാണ്? 1/t. അപ്പോൾ ഇവിടെ എന്താ കിട്ടുക? 4π സ്ക്വയർ ആർ ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ. എന്ന് വെച്ചാൽ സെൻട്രിപെറ്റൽ ആക്സിലറേഷന് നിങ്ങൾക്ക് എന്തൊക്കെയുണ്ട്? എ സി is equal to വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ഈക്വൽ ടു ഒമേഗ സ്ക്വയർ ആർ ഈക്വൽ ടു 4π സ്ക്വയർ ന്യൂ സ്ക്വയർ ആർ ഈക്വൽ ടു 4π സ്ക്വയർ ആർ ഡിവൈഡഡ് ബൈ ടി സ്ക്വയർ. ഇത്രയും ഇക്വേഷൻസ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. മനസ്സിലായല്ലോ? ഇത്രയും ഇക്വേഷൻസ് ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എ സി സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ, ഇതെല്ലാം സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഇക്വേഷനാണ്. എല്ലാം നമുക്ക് ബൈഹാർട്ട് ആവേണ്ടതാണ്. പക്ഷേ ഏതെങ്കിലും ഒരു ഇക്വേഷൻ മതിയല്ലോ ബൈഹാർട്ട് ആവില്ലേ. എന്നാൽ പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്കതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള ഇക്വേഷൻസൊക്കെ നമുക്ക് കിട്ടും. എല്ലാവർക്കും മനസ്സിലായല്ലോ? അപ്പോൾ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ്റെ ഡെറിവേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ വ്യത്യസ്ത ഇക്വേഷൻസ് നമ്മൾ കണ്ടു. ഓക്കെ, നൗ ലെറ്റ് മീ സ്വിച്ച് ഓവർ ടു ദ നെക്സ്റ്റ് പാർട്ട്. നമ്മൾ ടോപ്പിക് കഴിയാണ്. ഈ ചില പോയിന്റുകൾ നോക്കാം. നമുക്കറിയാം എഫ് ഈസ് ഈക്വൽ എന്താ? എഫ് ഈസ് ഈക്വൽ ടു എം എ ആണ്.
സർക്കുലാർ പാത്തിൽ ട്രാവൽ ചെയ്യുന്ന ഏത് ബോഡിക്കും സെൻറ്ററിലേക്ക് ഡിറക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ആക്സലറേഷൻ ഉണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആക്സലറേഷൻ ഉണ്ടെങ്കിൽ അവിടെ എന്തുണ്ടാവും, ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ സെൻറ്ററിലേക്ക് ഡിറക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫോഴ്സ് അവിടെ ഉണ്ട്. ആൻഡ് ദാറ്റ് ഫോഴ്സ് ഈസ് കോൾഡ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. അപ്പോൾ എഫ് ഇസിക്കലി എം എ, അപ്പോൾ എഫ് സി ഇസിക്കൽ ആരാ, എം എ സി. ഒന്നുമില്ല, നേരത്തെ ഇക്വേഷൻ്റെ കൂടെ എന്തിട്ടാൽ മതി, എം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എഫ് സി ഇസിക്കൽ എ സിൻ്റെ കൂടെ എം, നേരത്തെ എ സി എന്താ കിട്ടി, വി സ്ക്വയർ ബൈ ആർ, അതിൻ്റെ കൂടെ ഇവിടെ എം ഇട്ടു, അപ്പോൾ എം വി സ്ക്വയർ ബൈ ആർ ആയി. ഒമേഗ സ്ക്വയർ ആർ നമുക്ക് കിട്ടിയതാണ്, കൂടെ എം ഇട്ടു, എം ഒമേഗ സ്ക്വയർ ആർ, 4 പൈ സ്ക്വയർ ന്യൂ സ്ക്വയർ എം ആർ. കണ്ടോ, എല്ലാത്തിനും കൂടെ എം ഇട്ടു. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. കണ്ടോ, ദിസ് ഈസ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. സെൻട്രിപെറ്റൽ ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ക്ലിയർ അല്ലേ? യെസ്. ഇനി നോക്കൂ, ഇൻ യൂണിഫോം മോഷൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ലീനിയർ വെലോസിറ്റി എന്താണ്, കോൺസ്റ്റൻ്റാണ്. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ യൂണിഫോം വെലോസിറ്റിയിൽ പോണത്. വൈൽ യൂണിഫോം സർക്കുലാർ മോഷനിലും വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ആ വെലോസിറ്റി ആരാണ്, ആംഗുലാർ വെലോസിറ്റിയാണ് ഇവിടെ കോൺസ്റ്റൻ്റ്, ലീനിയർ വെലോസിറ്റി അല്ല. അപ്പോൾ യൂണിഫോം മോഷനിൽ ലീനിയർ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്, യൂണിഫോം സർക്കുലാർ മോഷനിൽ ആംഗുലാർ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ആ പേരിടുന്നതിലെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഫസ്റ്റിൽ തന്നെ. ഇത് എൻട്രൻസിനൊക്കെ ഇത് ചോദിക്കുള്ളൂ, ഇത് ബോർഡിനുണ്ടാവില്ല. ഇൻ നോൺ യൂണിഫോം സർക്കുലാർ മോഷൻ ആക്സിലറേഷൻ ഹാസ് 2 കമ്പോണൻസ്. ഉണ്ടോ, ഏതിൽ, നോൺ യൂണിഫോം കേട്ടോ, മാറല്ലേ, നോൺ യൂണിഫോം അല്ല, നോൺ യൂണിഫോം സർക്കുലാർ മോഷനിൽ ആക്സിലറേഷൻ്റെ സെൻട്രിപെറ്റൽ മാത്രമല്ല ഉണ്ടാവുക, രണ്ടാളുണ്ടാവും. അതൊന്നാണ് ടാൻജൻഷ്യൽ ആക്സിലറേഷൻ. ആ ടാൻജൻഷ്യൽ ആക്സിലറേഷനാണ് നമ്മുടെ ആർ ആൽഫ. ആൻഡ് റേഡിയൽ ആക്സിലറേഷൻ, അതിൻ്റെ പേര് തന്നെയാണ് എന്ത്, സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. അവർ തമ്മിൽ എപ്പോഴും എങ്ങനെയായിരിക്കും ഉണ്ടാവുക, കാരണം ഒന്ന് ടാൻജൻഷ്യൽ ഉണ്ടാവുക, ലൈക്ക് ദിസ്. ഒന്ന് നമ്മളിത് ആ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ ഇങ്ങോട്ട്, മറ്റത് ടാൻജൻഷ്യൽ ഡിറക്ഷനിൽ. ഒരു നമ്മൾ ആംഗിൾ എപ്പോഴും എത്ര, 90 ഡിഗ്രി. ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് അതിൻ്റെ റിസൾട്ടൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും, √AT² + AC², ഇല്ലേ? കാരണം അത് നമുക്കറിയാം, R = √A² + B² + 2AB cos θ. θ 90 ആണെന്നുണ്ടെങ്കിൽ √A² + B² ഉണ്ടാവുള്ളൂ. അത് തന്നെയാണ് അത് കേട്ടോ. ഓൺലി റിക്വയർഡ് ഫോർ എൻട്രൻസ് എക്സാം. ഈ ക്വസ്റ്റൻ നോക്കൂ. 2 bodies of equal masses revolve in circular paths orbits of radii r1 and r2 with the same period, ഒരേ ടൈം പീരീഡ്. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദെയർ സെൻട്രിപെറ്റൽ ഫോഴ്സസ്? അപ്പോൾ സെൻട്രിപെറ്റൽ ഫോഴ്സിന് ടൈം പീരീഡിൻ്റെ ഇക്വേഷൻ എടുക്കണം. അതായത് 4 പൈ സ്ക്വയർ MR ഡിവൈഡഡ് ബൈ T². ഇപ്പോൾ പഠിച്ചു. എന്നിട്ട് നമ്മളോട് പറഞ്ഞു രണ്ടാക്കും ടൈം പീരീഡ് എന്താണ്, ഈക്വൽ മാസ് രണ്ടാക്കും സെയിം ആണ്, ടൈം പീരീഡും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് സെൻട്രിപെറ്റൽ ഫോഴ്സ്? പിന്നെ ഇതിൽ കോൺസ്റ്റൻ്റ് അല്ലാത്ത ആര് മാത്രം ഇതിലുള്ളൂ, FC പ്രൊപ്പോർഷണൽ ടു R അല്ലേ? ബാക്കിയൊക്കെ കോൺസ്റ്റൻ്റ്. 4 പൈ സ്ക്വയർ ഓൾറെഡി കോൺസ്റ്റൻറ്റ്, മാസ് കോൺസ്റ്റൻ്റ് ആണ്, ടൈം പീരീഡ് കൂടെ കോൺസ്റ്റൻ്റ് ആണെന്ന് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ R മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് റേഷ്യോ ഓഫ് ദെയർ സെൻട്രിപെറ്റൽ ഫോഴ്സ് നോക്കൂ, F1 ഡിവൈഡഡ് ബൈ F2. റേഡിയസിനൂടെ തന്നത് R1 R2 ആണ്. അപ്പോൾ R1/R2 ഈസ് ദ റൈറ്റ് ആൻസർ അല്ലേ? എത്ര സിമ്പിൾ ക്വസ്റ്റൻ ആണ്. അടുത്ത ക്വസ്റ്റൻ നോക്കൂ. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ആംഗുലാർ സ്പീഡ്സ് ഓഫ് സെക്കൻഡ് ഹാൻഡ് ആൻഡ് മിനിറ്റ് ഹാൻഡ് ഓഫ് എ ക്ലോക്ക്? ആംഗുലാർ സ്പീഡ് ഒമേഗ എന്ന് പറഞ്ഞാൽ δθ ഡിവൈഡഡ് ബൈ δt. അപ്പോൾ ഇവിടെ δθ രണ്ടുപേർക്കും എന്തെടുക്കുക, 2π എടുക്കുക. ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം അല്ലേ? ക്ലോക്കിൽ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം. ഒരു റൗണ്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ തിരിച്ച് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ 2π. ആ 2πക്ക് എടുക്കുന്ന ടൈം പീരീഡോ δt ആരാണ്, δt ക്യാപിറ്റൽ T ആണ് ടൈം പീരീഡ്. ഇനി ആദ്യം ഇവിടെ പറഞ്ഞ ആരാണ്, സെക്കൻഡ് ഹാൻഡ്. റേഷ്യോ ഓഫ് ആംഗുലർ സ്പീഡ് ഓഫ് സെക്കൻഡ് ഹാൻഡും പിന്നെ മിനിറ്റ് ഹാൻഡും. അപ്പം ഞാൻ പറയുന്നു ഒമേഗ സെക്കൻഡ് ഹാൻഡ് ഡിവൈഡഡ് ബൈ ഒമേഗ മിനിറ്റ് ഹാൻഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു സെക്കൻഡ് ഹാൻഡിൻ്റെ 2π ബൈ ക്യാപിറ്റൽ T സെക്കൻഡ് ഹാൻഡ് ഇൻറ്റു ഇവിടെ ഡിനോമിനേറ്ററിൽ 2π ടൈം പീരീഡ് ഓഫ് മിനിറ്റ് ഹാൻഡ്. 2π ക്യാൻസൽ ചെയ്തു. ടൈം പീരീഡ് ഓഫ് മിനിറ്റ് ഹാൻഡ് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം എത്രയാണ്, 1 അവർ അല്ലേ? 1 അവർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 60 മിനിറ്റ്. 60 മിനിറ്റ് അല്ലേ? 60 മിനിറ്റ് 60 മിനിറ്റ് ആണ് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുക മിനിറ്റ് ഹാൻഡ്. സെക്കൻഡ് ഹാൻഡ് ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്നു 60 സെക്കൻഡ്.
ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഇൻറ്റു 1 മിനിറ്റ് എന്നാണ്. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ 60 സെക്കൻഡാണ്. 60 സെക്കൻഡ് ഡിവൈഡഡ് ബൈ 60 സെക്കൻഡ്. അപ്പോൾ നോക്കൂ 60 സെക്കൻഡ് ക്യാൻസൽ ചെയ്തു, ബാക്കിയപ്പോൾ ഉള്ളത് തരാം 60/1. അപ്പോൾ റേഷ്യോ ഒമേഗ എസ് ഈസ് ടു ഒമേഗ മിനിറ്റ് ഹാൻഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 60:1 is the right answer. Now the last question. Two cars A and B are going round concentric circular paths of radii RA and RB. If the two cars complete the circular paths in the same time, ഒരേ ടൈമിലാണ് കംപ്ലീറ്റ് ചെയ്തത്, then the ratio of angular speeds of A and B, again omega is equal to delta theta by delta t. ഇവിടെ ക്വസ്റ്റിൽ പറയുന്നു റൗണ്ട് അല്ലേ, ഹാസ് ടു കംപ്ലീറ്റ് സർക്കുലർ പാത്ത്. ഓക്കെ, അപ്പോൾ ഡെൽറ്റ തീറ്റ ഇവിടെ രണ്ടുപേർക്കും എത്രയാണ് 2π ആണ്. മാത്രമല്ല വെരി ഇൻട്രസ്റ്റിംഗ്ലി അവർക്ക് രണ്ടുപേരും ഒരേ ടൈമിലാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡെൽറ്റ ടിയും രണ്ടാർക്കും എന്താണ് സെയിം ആണ്. ഡെൽറ്റ T1 ഈക്വൽ ടു ഡെൽറ്റ T2 ഈക്വൽ ടു, ഞാൻ ക്യാപിറ്റൽ ടി കൊടുക്കുകയാണ്, ടൈം പീരീഡ് ആണ്, ആ ടൈം പീരീഡ് രണ്ടാക്കി ഈക്വൽ ആണ്. അപ്പോൾ ഡെൽറ്റ തീറ്റി രണ്ടാക്കി ഈക്വൽ, ഡെൽറ്റ ടി രണ്ടാക്കി ഈക്വൽ. അപ്പോൾ ഇവരുമുള്ള റേഷ്യോ എന്താ? ദ ആൻസർ ഈസ് 1:1. വേറൊന്നും പറയാനില്ലല്ലേ അതിൽ, അവിടെ വേറൊന്നും നമുക്ക് സംസാരിക്കാനില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ടോപ്പിക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. മോഷൻ ഇൻ എ പ്ലെയിൻ കംപ്ലീറ്റ് ആണ്. അതിന് ശേഷമുള്ള ടോപ്പിക്ക് പലതും എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ഇനി ഇതിൽ സംശയങ്ങളൊന്നും ബാക്കി വരരുത്. എല്ലാ കാര്യവും ഭംഗിയായിട്ട് പഠിക്കുക, പ്രാക്ടീസ് ചെയ്യുക. താങ്ക് യു.